രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കുറച്ചെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാവണം. ഏത് നിസ്കാരം? തഹജ്ജുദ് നിസ്കാരം. ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പോ നമ്മളെ വീട്ടിലെല്ലാവരും എണീക്കണം. ഞാനടക്കമുള്ള നമ്മളെല്ലാവരും എണീക്കണം, കുറച്ച് സമയമെങ്കിലും. നിങ്ങൾ നോക്കി, ഈ രാത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ശാന്തതയാണ്, അല്ലേ? മനുഷ്യന്മാരും ജീവജാലങ്ങളും ഒക്കെ ഉറങ്ങണ സമയമാണ് രാത്രി എന്ന് പറഞ്ഞത്. എല്ലാവരും വിശ്രമിക്കുന്ന സമയമാണ്, അല്ലേ? ഏകാന്തമായി സ്വസ്ഥമായി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ, തേങ്ങിക്കരയാൻ പറ്റുന്ന നല്ലൊരു അവസരമാണത്. മറ്റുള്ള സമയത്ത് ജോലി തിരക്കും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ സമയം എന്ന് പറഞ്ഞത് എല്ലാവരും ഉറങ്ങാണ്. നമ്മളെ മക്കളും മാതാപിതാക്കളും കുടുംബങ്ങളും ഒക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. ആ സമയത്ത് നമ്മൾ മാത്രം അള്ളാഹുവിലേക്ക് 2 കൈകളും നീട്ടിയാൽ അള്ളാഹു ഒരിക്കലും അത് തള്ളിക്കളയില്ല. അതിൽക്കൂടി അള്ളാഹിനെ ഓർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് ഒഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായാൽ ഒരിക്കലും നരകത്ത് പ്രവേശിക്കില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും അള്ളാഹിനെ ഓർത്തുകൊണ്ട് കരയാനുള്ള സൗഭാഗ്യം ഉണ്ടായാലേ സഹാബത്തിനോട് ചോദിച്ചു, കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു പോകുമോ? അത് അസംഭവ്യമായ കാര്യമാണ്. സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം കടന്നു പോകുമോ? അസംഭവ്യമായ കാര്യം, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അതുപോലെ ആയിരിക്കും ഒരു വിശ്വാസി അള്ളാഹിനെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നരകത്തേക്ക് പോകില്ല എന്നാണ് പറഞ്ഞത്. ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കാനുള്ള അവസരം അവനുണ്ടായാലും. അപ്പോൾ വളരെ ശാന്തമായ മനസ്സിൻ്റെ നല്ല സാന്നിധ്യത്തോടുകൂടി, നിറഞ്ഞ സാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണ് ഈ തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞ സമയം. രാത്രി ഇങ്ങനെയുള്ള ശാന്തതയും കുളിർമയും വിശ്രമവും ഒക്കെ ലഭിക്കുമെങ്കിലും അപ്പോഴാണ് പിശാച് പൊട്ടിപ്പുറപ്പെടുക, ശൈത്താൻ പൊട്ടിപ്പുറപ്പെടുക. അപ്പോഴാണ് പിശാചിൻ്റെ പ്രവർത്തനങ്ങളും ദുർബോധനങ്ങളും അക്രമങ്ങളും കള്ളത്തരങ്ങളും കള്ളവും കൊലയും ഒക്കെ നടക്കുന്നത് ഏതിൻ്റെ മറവില? രാത്രിയിലാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ തേടാൻ ഈ നിസ്കാരം മുഖേന സാധിക്കുമെന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഈ നിസ്കാരം നിർവഹിക്കാനുള്ള തൗഫീഖ് ആർക്കാണ് ഉണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആൾക്കാർക്കാണ് അതിനുള്ള സൗഭാഗ്യം ഉണ്ടാകുക എന്നാണ് പറഞ്ഞത്. മനുഷ്യന്മാർക്ക് മാത്രമേ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അവൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നീക്കി വെക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ അവസ്ഥ അവന് മുതലാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അത് എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞല്ലോ, വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീല. രാത്രിയിൽ നീ അവന് സുജൂദ് ചെയ്യുക, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുക. ദീർഘമായ ആ രാത്രിയിൽ അവന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ സുജൂദും തസ്ബീഹും അത് ചെയ്യാനാണ് പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം തുടങ്ങിയത് എന്നാണ് അറിയുങ്ങൾ? എപ്പോഴാണ്? വഹീൻ്റെ 1-ാമത്തെ ഘട്ടത്തിലാണ്. ഏറ്റവും പ്രയാസകരമായ സന്ദർഭത്തിലാണ് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാക്കിയത്. ഓർക്കുന്നുണ്ടോ? ഖദീജ റളിയല്ലാഹു അൻഹായുടെ അടുക്കലേക്ക് ഹിറയിൽ നിന്നുള്ള ആ സന്ദേശം കിട്ടിയ ഉടനെ ആ കൂടെ ബേജാറായി. അതിനേക്കാൾ വലിയൊരു ടെൻഷൻ അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് അള്ളാഹ് പറഞ്ഞത്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഖലീല. കുറച്ച് രാത്രിയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം അപ്പോഴാണ് പറഞ്ഞത്. വഹീൻ്റെ ആദ്യഘട്ടത്തിൽ പേടിച്ച് വിറച്ച് വന്ന അവിടെ ആ സാന്ത്വനം അനുഭവിച്ച് കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ സന്ദേശം ലഭിക്കണം ആ സമയത്താണ്. അപ്പോൾ അതിനെന്താ നമുക്ക് മനസ്സിലാക്കുന്നത്? എന്ത് പ്രയാസങ്ങളും നീങ്ങാനും എന്ത് ടെൻഷൻ നീങ്ങാനും രാത്രിയുള്ള ആ നിസ്കാരം കൊണ്ട് സാധിക്കും എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി ഈ നിസ്കാരം സുന്നത്താണ്, എന്നാലും വളരെ പ്രധാനപ്പെട്ടതാണ്.
ആർക്കാണ് അതിന് ഒഴിവ് ഈ ഇളവ് കൊടുക്കാനുള്ള കാരണം ഉണ്ടായത് എന്താണല്ലോ? ഒരുപാട് രോഗികളുണ്ടാവും, അവർക്ക് നിർബന്ധമാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉപജീവന മാർഗം തേടി യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ യുദ്ധം പോലെയുള്ള അവസരങ്ങളുണ്ടാവും. അപ്പോൾ നിർബന്ധമാക്കിയ പ്രയാസമാകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, യഥാർത്ഥത്തിൽ അവർക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർബന്ധമാക്കാതിരുന്നതെന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ആ പ്രയാസമൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇത് നിർവഹിക്കണം എന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതിന് നിർബന്ധ സ്വഭാവം ഒഴിവാക്കിയതിൻ്റെ കാരണങ്ങൾ പറഞ്ഞെടുത്ത് കാണാൻ സാധിക്കും. എന്താണല്ലോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നിസ്കാരമായി വളരെ സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധിച്ചും നിർവഹിച്ചു പോരേണ്ട ഒരു കർമ്മമാണെന്ന നിലക്ക് തന്നെയാണ് അന്നത് പറഞ്ഞിട്ടുള്ളത്. ആ നിലക്ക് തന്നെ പ്രധാനമായ ഒരു കർമ്മം എന്നുള്ള നിലക്ക് വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദൻ എന്ന് അള്ളാഹു പ്രത്യേകമായി പറയാൻ കാരണത്, രാത്രി നിന്ന് അല്പസമയം നീ ഖുർആൻ പാരായണത്തോടുകൂടി ഉറക്കമുണർന്നതിന് ശേഷം നിസ്കരിക്കുക. അത് നിനക്ക് കൂടുതലുള്ള ഒരു പുണ്യകർമ്മമാണ്. അപ്പോൾ ആരാണോ വിശ്വാസി, അള്ളാഹിനോട് ആരോ കൂടുതൽ അടുത്തത്, ഓന് പ്രത്യേകമുള്ളൊരു പുണ്യകർമ്മമാണ്. നിൻ്റെ രക്ഷിതാവ് നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കാം എന്ന് അള്ളാഹു പറയാം. ഇപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞില്ല തന്നെ. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു കൽപ്പനകൾക്കല്ല കൂട്ടുന്നത്, അള്ളാഹുവിനോടുള്ള ഒരു കടപ്പാട്, ഒരു നന്ദി എന്നുള്ള നിലക്കാണ് അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കണ്ടത്. നോക്കി നിങ്ങൾ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, രാത്രി കാലങ്ങളിലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരുപാട് നിസ്കരിക്കും, അങ്ങനെ കാലുമ്മ നീര് വരും. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മ ചോദിക്കുകയാണ്, അള്ളാഹിൻ്റെ റസൂലെ, നിങ്ങൾക്ക് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും ലഭിക്കാനും വരില്ല, ഒക്കെ പുറത്ത് കിട്ടിയ ആളല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ എത്ര ഇടങ്ങാറാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശക്കൂറ, അള്ളാഹ്ക്ക് നന്ദിയുള്ള ഒരു അടിമ വേണ്ടതാണ്. അപ്പോൾ നന്ദി ഉള്ള അടിമ ആകണമെങ്കിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കണം. ഇത്രയടക്കം 5 റക്അത്തോ 3 റക്അത്തോ എന്നെങ്കിലും നിസ്കരിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് കടപ്പാട് നിർവഹിക്കാൻ സാധിക്കുള്ളൂ. ഒരു കടമ എന്നുള്ള ആൾക്കല്ല, നമ്മോട് നിർദ്ദേശിച്ച, നമ്മോട് കൽപ്പിച്ചത് എന്നുള്ള ആൾക്കല്ല, അള്ളാഹുവിനോടുള്ള ഒരു കടപ്പാട് എന്നുള്ള ആൾക്ക് ഒരു നന്ദി ആയിക്കൊണ്ടാണ് നമ്മൾ നിസ്കരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കുള്ള സന്ദേശമാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന, എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് ആസ്വദിക്കുന്നത്. അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യം നിരന്തരമായി അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് എല്ലാവർക്കും നിർവഹിക്കേണ്ട ഒരു ബാധ്യതയാണ് യഥാർത്ഥത്തിൽ ഈ നിസ്കാരം എന്ന് പറയുന്നത്. ഇനി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കത് മുഖേന ലഭിക്കും. എന്നാൽ അതിനു പുറമെ പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളിലും ഇത് നിസ്കരിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. രാത്രി നിസ്കാരം എന്നും നിസ്കരിക്കേണ്ടതാണ്, എപ്പോഴെങ്കിലും നിസ്കരിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആൾക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടത്, ഇന്ന ആളെപ്പോലെ നീ ആകരുത്, ഇടയ്ക്ക് നിസ്കരിക്കും ഇടയ്ക്ക് നിസ്കരിക്കില്ല, ഇടയ്ക്ക് നിസ്കരിക്കും ഇടയ്ക്ക് നിസ്കരിക്കും, അങ്ങനെ ആകരുത് എന്നാണ് പറഞ്ഞത്. നിസ്കരിക്കുകയാണെങ്കിൽ കുറച്ചാണെങ്കിൽ അതങ്ങനെ തുറന്നുകൊണ്ട് ഇരിക്കാനാണ് പറഞ്ഞതെന്നാണ്. അപ്പോൾ ഈ രാത്രി നിസ്കാരം നമ്മൾ ഉറങ്ങിയാണെങ്കിൽ നിസ്കരിക്കുകയാണെങ്കിൽ തഹജ്ജുദ് എന്ന് പറയും. ഇനി അല്ലാത്ത സമയത്ത് ഖിയാമു റമദാൻ എന്ന് പറയും, ഖിയാമുൽ ലൈൽ എന്ന് പറയും, വിത്ർ എന്ന് പറയും. ഒറ്റയായി നിസ്കരിക്കുമ്പോഴേ അതിന് വിത്ർ എന്ന് പറയും. ഇതൊക്കെ ഒരേ പേരിൽ തന്നെയാണ് പറഞ്ഞത്. ഈ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പ്രവാചകൻ്റെ പത്നിമാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ മക്കളൊക്കെ ഒരുങ്ങിയിരുന്നു എന്നാണ് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വിശദമായ ഒരു ഹദീസ് കാണാൻ സാധിക്കും പ്രവാചകൻ്റെ ഒരുക്കത്തെക്കുറിച്ച്. രാത്രി നിസ്കാരത്തിന് പ്രവാചകനും അവിടുത്തെ പത്നിമാരുമൊക്കെ ഒരുങ്ങിയിരുന്ന കാര്യം പറഞ്ഞെടുത്ത് കാണാൻ സാധിക്കും. രാത്രി അതിനുവേണ്ടി ദന്തശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മിസ്വാക്കും അതുപോലെ തന്നെ വെള്ളം ഒക്കെ നേരത്തെ ഒരുക്കി വെക്കുന്നതാണ്.
എന്നിട്ട് ഉറങ്ങിയതിന് ശേഷം എപ്പോഴാണോ എണീറ്റത് അപ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കും. ചിലപ്പോൾ വൈകിപ്പോവും, അപ്പോൾ എണീറ്റ് നിസ്കരിക്കും. ഇനി അങ്ങനെ ആളുകൾക്ക് ചില ആൾക്കാർക്ക് ഉണ്ടാവും സ്ഥിരമായിട്ട് നിസ്കരിച്ച് പോകുന്ന ആൾക്കാർക്ക് മിസ്സിങ് അത് ഇല്ലാതാവും. അപ്പോൾ എന്താ സ്ഥിരമായിട്ട് 5 റക്കാത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ 3 റക്കാത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഷുറൂക്ക് കഴിഞ്ഞതിന് ശേഷം വിത്രല്ലാത്ത നിലക്ക് നിസ്കരിക്കാം. 3 റക്കാത്തല്ലാത്ത വിത്രല്ലാത്ത നിലക്ക് ആ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുക എന്നാണ് പറഞ്ഞത്. ഇത് മറ്റുള്ള നിസ്കാരത്തിൽ ഫർദ് നിസ്കാരത്തിൽ പോലും നമുക്ക് ധൃതി വരും. ഇത് അള്ളാഹ്ക്ക് മാത്രം കടമപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വയം ആസ്വദിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം നിസ്കരിക്കണമായതുകൊണ്ട് നമുക്ക് ധൃതി പിടിക്കാതെ തന്നെ നിസ്കരിക്കാം, സാവകാശം നിസ്കരിക്കാം. അതിലാണ് ഖുർആനൊക്കെ കൂടുതൽ ഓതേണ്ടത്. ഫർദ് നിസ്കാരത്തിൽ ഖുർആൻ കൂടുതൽ ഓതാൻ പാടില്ല. നിസ്കരിക്കണ ഇമാമാർക്ക് പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹു ഒരുപാട് നിസ്കരിച്ചപ്പോൾ ആ ഫത്താനും ഞാൻ മുആദിനെ ചോദിച്ചത്, മുആദ് കുഴപ്പമുണ്ടാക്കാന്ന് ചോദിച്ചത്. അപ്പം അതിൽ വൃദ്ധന്മാരുണ്ടാവും, കുട്ടികളുണ്ടാവും, സ്ത്രീകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും, യാത്രക്കാരുണ്ടാവും. അപ്പോൾ വേഗം നിസ്കരിക്കണം എന്നാണ്. ആ നിലക്കല്ല കുറച്ച് ഓതാൻ പാടുള്ളൂ. നേരെ മറിച്ച് ഈ തഹജ്ജുദ് നിസ്കാരത്തെ സുദീർഘമായി നിസ്കരിക്കാൻ സാധിക്കും. നബിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞേ അൽബക്കറിയും കഴിഞ്ഞു, മറ്റവും കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, എന്നിട്ട് നിർത്തിയിട്ടില്ല. പിന്നെ അവിടെ പോയി ഞങ്ങൾക്ക് വേണ്ടി ഇമാമുക്കും അദ്ദേഹം ഇമാമെന്ന് അടങ്ങാറാണ് എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം കുഴപ്പക്കാരനാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ നിസ്കാരത്തിലാണ് യഥാർത്ഥത്തിൽ അങ്ങനെ നിസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ 4 റക്അത്തിൻ്റെയും സൗന്ദര്യവും അതിൻ്റെ ദൈർഘ്യവും ഒക്കെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. രാത്രി നിസ്കാരം ശീലമാക്കാത്ത ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനവും സഹാബത്ത് പകർത്തിയിരുന്നല്ലോ. എന്നാൽ അങ്ങനെ പകർത്തിയിരുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ രാത്രി നിസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നില്ല. രാത്രി നിസ്കാരം നിർവഹിക്കാതെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദുല്ലാ, ഇത് എത്ര നല്ല മനുഷ്യനാണ്. പക്ഷേ ലൗകാന യുസല്ലി മിനൽ ലൈൽ, രാത്രിയിൽ നിന്ന് കുറച്ച് എനിക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നല്ല ഉഷാറാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നിടത്ത് കൂടി നടക്കാനും ഇരുന്നിടത്ത് കൂടി ഇരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ അപ്പുറത്ത് പിന്നെ ഉണ്ടാവും. അപ്പോൾ നബി താന്നോർത്ത് തല മരത്തിൻ്റെ കൊമ്പ് ഉള്ള സ്ഥലത്ത് നബി താവും. പിന്നെ അബ്ദുള്ള പോകുന്നിടത്ത് മരം ഉണ്ടാവില്ല, എന്നാലും നബി താന്നോർത്തും താവും. അത്രയും നബിനെ ഇത്തിബാ ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പോൾ അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ് ജി, നിഅമർ റജുൽ എന്നിട്ട് പറയാ അബ്ദുള്ള ലൗകാന യുസല്ലി മിനൽ ലൈൽ, രാത്രി നിസ്കാരം നിസ്കരിച്ചിരുന്നെങ്കിൽ എന്ന് വിശുദ്ധാസനം പറയും. അപ്പോൾ ഈ ശീലമില്ലാത്ത ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുകയും മാത്രമല്ല രാത്രി നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അർഹം ഇബാദൻ, എന്താണ് അള്ളാഹുവെ രാത്രി നിസ്കാരം നിർവഹിക്കുന്ന അടിമകൾക്ക് നീ കരുണ ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുറച്ചെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ ശീലിക്കുക. ഇനിയും ഒരുപാട് എത്ര ദിവസം പറഞ്ഞാലും മതിയാകാത്ത അത്ര ഈ നിസ്കാരത്തെക്കുറിച്ച്, തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചുണ്ട്. സത്യവിശ്വാസിയുടെ മഹത്വം ഈ നിസ്കാരത്തിലാണ്. ഒരു സത്യവിശ്വാസിൻ്റെ പദവി ഉയർന്നത് ഈ നിസ്കാരത്തിലൂടെയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നീ അറിയണം സത്യവിശ്വാസിയുടെ മഹത്വം രാത്രി നിസ്കാരത്തിലൂടെയാണെന്നാണ് പറഞ്ഞത്. ഒരാളെ സ്ഥാനം വർദ്ധിക്കുക, അയാളുടെ പദവി വർദ്ധിക്കുക, അയാൾക്ക് ഒരു അലങ്കാരമാണ് യഥാർത്ഥത്തിൽ. അയാളുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കാൻ കാരണമാകും ഈ നിസ്കാരം എന്നാണ്. എല്ലാ ജനങ്ങളെക്കാളും അന്തസ്സുണ്ടാകും, അയാൾക്ക് പ്രതാപം ഉണ്ടാകും ഈ നിസ്കാരം. അവനെ ഒരുപാട് അള്ളാഹു ഉയർച്ചയിലാക്കും, ധന്യനാക്കും. ഇനി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഗുണമായിട്ട് അള്ളാഹു പറഞ്ഞത് എന്താണ് അറിയോ? അവർ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമെന്നാണ് പറഞ്ഞത്. ഇബാദുർ റഹ്മാൻ്റെ ഗുണമായിട്ട് പറഞ്ഞിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവർ രാത്രി നിസ്കരിക്കും എന്ന് പ്രത്യേകമായി. വല്ലദീന യബീതുന ലിറബ്ബിഹിം സുജ്ജദ എന്ന് പറഞ്ഞു. അത് ഈ നിസ്കാരം പറഞ്ഞു അല്ലേ? മുഹ്സിനുകളുടെ ഗുണമായിട്ട് ഈമാനും ഇസ്ലാമും കഴിഞ്ഞാണ്ടാണ് ഇഹ്സാൻ. പോലെ ഗുണമായിട്ട് പറഞ്ഞത് ഈ ഞാനെന്തിനാ ഇങ്ങനത് ഇത്ര കൂടുതൽ പറഞ്ഞാരോ? എനിക്കടക്കമുള്ള നമുക്കെല്ലാവർക്കും
നമ്മളെ കുടുംബങ്ങൾക്കും ഒക്കെ നിസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം 4 മണിക്ക് നിസ്കാരമാണെങ്കിൽ നമ്മളൊരു 3:30 എണീക്കുക. ഇപ്പോൾ 6 മണിക്ക് നിസ്കാരം, അപ്പോൾ നമുക്ക് 5:30 എണീറ്റാലും സമയം ഇഷ്ടം പോലെയാണ് അല്ലേ? ഇഷ്ടം പോലെ സമയം കിട്ടും. അപ്പോൾ ഞാനടക്കം എന്നോട് ആദ്യം വസിയത്ത് ചെയ്യണം, നിങ്ങളോട് ഇന്ന് മുതൽ നിസ്കരിക്കാത്ത ആൾക്കാരൊക്കെ, ഞാനടക്കമുള്ള ആളുകൾ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി തരാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലേ ഏറിപ്പോയാവുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ മുഹ്സിനീങ്ങൾ കൂടായിട്ട് പറഞ്ഞു, ഒരുപാട് പറയുന്നുണ്ട്. ശക്തമായ ഹൃദയ സാന്നിധ്യം ലഭിക്കും. ആ സമയത്ത് നിസ്കരിച്ചാൽ ഒരു ബർക്കത്താണ് നമുക്ക്. നിങ്ങൾ നോക്കി, ആ സമയത്ത് എണീറ്റിട്ട് നമ്മളെ വീട്ടിലുള്ള നമ്മളെ ഇണ ഒരു ചായ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ മരുമക്കൾ, കുട്ടികൾ, കുടുംബങ്ങൾ ഒരു വെള്ളമോ ചായ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴാണ് സുഖം. എത്ര കാലം ഓലിക്ക് എത്ര കാലം കൂലി അല്ലേ? വല്ലാത്തൊരു സന്തോഷമല്ലേ? ആ കുടുംബത്തിൽ പിന്നെ എങ്ങനെ അമ്മായിമ്മപ്പോരും അമ്മോശാക്കപ്പോരും അതുപോലെ തന്നെ മറ്റുള്ള ന്യൂനതകളൊക്കെ എങ്ങനെ വരിക? അപ്പോൾ ആ നിലക്ക് സന്തോഷകരമായ ഒരവസ്ഥ ഉണ്ടാവും. എല്ലാവരും അങ്ങനെ തയ്യാറാണെങ്കിൽ നല്ല ഉഷാറായിരിക്കും. മാത്രമല്ല, ഇമാം ഇബ്നുൽ ഖയ്യിം ജൗസി, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, എന്താ പറഞ്ഞതറിയോ? ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രയോജനകരമായ ഒരു വഴിയാണിത് എന്നാ പറയുന്നത്. ആരോഗ്യം ഉണ്ടാകാനേ, വിട്ടുമാറാത്ത പല അസുഖങ്ങൾക്കും ഏറ്റവും നല്ലൊരു പ്രതിരോധമാണ് രാത്രി നിസ്കാരം എന്നാണ് പറഞ്ഞത്. ശരീരത്തിനും റൂഹിനും ഹൃദയത്തിനും ഒക്കെ അത് നവോന്മേഷം പകരുന്ന കാര്യമാണെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കി, എത്ര പെണ്ണുങ്ങളും ആണുങ്ങളുമാണ് മൂടും കുലുക്കി ഈ ഇവിടേക്ക് കടുങ്ങൂര സ്കൂൾക്കും അതുപോലെ തന്നെ മറ്റേ സ്കൂൾക്കും പോകുന്നത്. മൂടും കുലുക്കി എന്ന് പറയാൻ കാരണം അങ്ങനെ ഒച്ച അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുറേ ആൾക്കാർ. ഇപ്പോൾ തുടങ്ങിയതാണത്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച്. ഇത് പറഞ്ഞാൽ അതിനെതിരെ ആൾക്കാർ കേസെടുക്കുന്നാലും വേണ്ടില്ല. അത് വേണ്ട എന്നല്ല ഈ പറഞ്ഞർത്ഥം, ഒക്കെ വേണം. പക്ഷേ അതിന് മുന്നേ സുബഹിക്ക് മുമ്പ് നടക്കണ എത്ര ആൾക്കാരുണ്ട്? എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓന് വലിയൊരു എക്സസൈസ് തന്നെയാണ് ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം എന്ന് പറഞ്ഞത്. പക്ഷേ എക്സസൈസിന് വേണ്ടി നിസ്കരിക്കുകയാണെങ്കിൽ, കൊളസ്ട്രോൾ മാറാൻ വേണ്ടി, ഷുഗർ മാറാൻ വേണ്ടി, ഗ്യാസ് ട്രബിൾ മാറാൻ വേണ്ടി നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം ശരിയാവില്ല എന്നർത്ഥം. അപ്പോൾ ആരോഗ്യത്തിന് നല്ലതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഇനി അള്ളാഹിൻ്റെ അടുപ്പം ലഭിക്കും. നമുക്കൊരാളെ സ്നേഹം ലഭിക്കാൻ വലിയ കാര്യമല്ലേ? അള്ളാഹിൻ്റെ അടുപ്പം ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനമാണ് ഈ രാത്രി നിസ്കാരം എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഇവരുടെ പേര് ഏതിലാണ് ഉണ്ടാകുക എന്നറിയോ? ദാക്കിരീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുന്നതാണ്. ദാക്കിരീങ്ങൾ പറഞ്ഞാൽ അള്ളാഹിനെ എപ്പോഴും സ്മരിക്കുന്ന ആൾക്കാരെ കൂടുതൽ അള്ളാഹു ഉൾപ്പെടുത്തുന്ന. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം, എന്താണ് അറിയോ? ഒരാൾ തൻ്റെ ഇണയെ രാത്രി വിളിച്ചുണർത്തി, റഹിമല്ലാഹു ഇംറഅൻ, അള്ളാഹു അവന് കരുണ ചെയ്യട്ടെ. പെണ്ണുങ്ങളെ വിളിച്ചുണർത്തി. നേരെ തിരിച്ചും പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅത്തൻ, തൻ്റെ ഇണയെ തിരിച്ചും വിളിച്ചുണർത്തി. അങ്ങനെ വിളിച്ചുണർത്തിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഇനി അവൾ നീച്ചിട്ടില്ലെങ്കിൽ അവളെ മുഖത്ത് വെള്ളം കുടഞ്ഞു, തിരിച്ചും കേട്ടും വെള്ളം കുടഞ്ഞു. എന്നിട്ട് വിളിച്ചുണർത്തി. അങ്ങനെ 2 നിസ്കരിച്ചു. അങ്ങനെയുള്ള ആണിനും പെണ്ണിനും അള്ളാഹു കരുണ ചെയ്യട്ടെ എന്നാണ്. അങ്ങനെ 2 പേരും ചെയ്താൽ അവർ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന ദാക്കിരീങ്ങളുടെ കൂട്ടത്തിലാണ് അള്ളാഹു അവനെ രേഖപ്പെടുത്തുക എന്ന് ഈ ഹദീസിൻ്റെ ശറഹിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിനെ ഗ്രഹിക്കുമാറാണ്. പിന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, അള്ളാഹു ഈ നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് അഭിമാനം പറയുമെന്നാണ്, അത്ഭുതത്തോടു കൂടി പറയുന്ന. രാത്രി തൻ്റെ കുടുംബത്തിൻ്റെയും ഇണയുടെയും ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോയി വിരിപ്പും പുതപ്പുമെല്ലാം നീക്കി നിസ്കരിക്കാൻ നിൽക്കുന്ന വ്യക്തിയാണ് കേട്ടോ ഓന് എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു ആരോടത് പറയാ? തൻ്റെ മലക്കുകളോട് പറയുന്ന, മലക്കുകളോട് ഇത് പറഞ്ഞു കൊടുക്കുന്ന അഭിമാനം പറയും. എൻ്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങളെ, സമ്മാനങ്ങളെ ആശിച്ചുകൊണ്ടും എൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടും ഇങ്ങനെ ചെയ്യുന്ന ആ അടിമനൊന്ന് നോക്കിയാണ് നിങ്ങളെല്ലാവരും എന്ന് മലക്കോട് പറയുന്നതാണ്. നോക്കി, ഓൻ്റെ അണനെ വിട്ടുകൊണ്ട്, നല്ല മിനുസുള്ള പുതപ്പിനെ വിട്ടുകൊണ്ട് എണീറ്റ് പോയി ഈ നിസ്കാരം നിർവഹിക്കും. അവരെക്കുറിച്ച് അള്ളാഹു അഭിമാനം പറയുന്നതാണ്. 7-ാം ആകാശത്തു നിന്നും അള്ളാഹു ഇറങ്ങി വരുന്ന സമയമാണത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പാപത്തിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നാണ്. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമായിട്ടാണ് പറയുന്നത്.
പിന്നെ ഓലെ മുഖത്തിനൊരു വെളിച്ചം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഈ നിസ്കാരം നിർവഹിക്കുന്ന ആൾക്കാരെ മുഖത്തിൻ്റെ ഒരു വെളിച്ചം ഉണ്ടാവും. എത്ര വിരൂപി ആയ ആളാണെങ്കിലും കറുത്ത ആളാണെങ്കിലും വെളുത്ത ആളാണെങ്കിലും ഡ്രൈ ആകുന്ന മുഖം ഉണ്ടെങ്കിലും ഓൻ്റെ മുഖത്തിനൊരു പ്രകാശം ഉണ്ടാവുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ അടയാളത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രാത്രി നിസ്കരിക്കുന്ന ആളുകളെക്കുറിച്ച് ഒരുപാട് ഫളായിലാണ് പറഞ്ഞത്. ഇനി അതൊക്കെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ആ ഒരു നിസ്കാരം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും കാണാതെ ഒഴിഞ്ഞിരിക്കണമല്ലാണ് ഒരു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം അവർക്ക് നൽകും. ആ പ്രകാശം കാരണം താൽ അവർ പ്രകാശിച്ചു കൊണ്ടിരിക്കും. അവരുടെ ഹൃദയം പ്രകാശിക്കും, മുഖം പ്രകാശിക്കും, അങ്ങനെ അവർ മുഴുവനും പ്രകാശിക്കും. ആ പ്രകാശം കൊണ്ട് മറ്റുള്ളവരെ അവർ പ്രസരിപ്പിക്കും. അതൊക്കെ ഉണ്ടാകുന്നതാണെന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അപ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതകളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞത്. ഇനി അത് എപ്പോഴാണ് നിസ്കരിക്കുക, എത്ര റക്അത്താണ്, ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇനിയും അതിൻ്റെ ശ്രേഷ്ഠതകൾ ധാരാളമായി പറയുന്നുണ്ട്. അതുകൊണ്ട് പരലോകത്ത് മാത്രമല്ല നേട്ടം, ഇഹലോകത്തുള്ള ധാരാളം നേട്ടങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട്. ആ നേട്ടങ്ങളൊക്കെ അത് മുഖേന കിട്ടും. അപ്പോൾ നമ്മൾ തീരുമാനിക്കുക, ഈ രാത്രി മുതൽ തഹജ്ജുദ് നിസ്കരിക്കാത്ത ആരെങ്കിലും ഞാനടക്കമുള്ള നമ്മളുണ്ടെങ്കിൽ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുക. സമയമാണെങ്കിൽ നല്ല ഉറക്കിനുള്ള ഗുളി കുടിക്കുന്ന ആൾക്കാരുണ്ടാകും, ക്ഷീണമുള്ള ആൾക്കാരുണ്ടാവും, പ്രയാസമുള്ള ആൾക്കാരുണ്ടാവും. ഓർക്ക് എന്ത് ചെയ്യാം, ഇശാ നിസ്കരിച്ചതിന് ശേഷം വേണമെങ്കിൽ ഓർക്ക് നിസ്കരിക്കാം. 3 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ള ഉറങ്ങിയാൽ മതി. ഉറങ്ങി എണീറ്റ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഉറങ്ങാത്ത ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഉറക്ക് വരാത്ത ആൾക്കാർ, പല കാരണത്താൽ ഉറക്ക് വരാത്ത ആൾക്കാരുണ്ടാവും. ഓർക്ക് ആ സമയം ഇങ്ങനെ ഉപയോഗപ്പെടുത്താം, നിസ്കരിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താം. നിന്നിട്ട് നിസ്കരിക്കാം, ഇരുന്നിട്ട് നിസ്കരിക്കാം. നബിൻ്റെ ദീർഘമായ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 8ാമത്തെ റക്അത്തിൽ എന്നാണ് എൻ്റെ ഓർമ്മ. നബി ഇങ്ങനെ ഇരിക്കും, ഒരുപാട് തസ്ബീഹ് ചെയ്യും ആ നിസ്കാരത്തിൽ. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഏകദേശം 80ഓളം വയസ്സുള്ള, ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അടുത്ത കാലത്ത് ഒരാളെ വല്യമാനെ കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പോഴും 11 റക്അത്ത് നിസ്കരിക്കണം. റമദാനല്ല കേട്ടോ, റമദാനിലാണ് നമുക്ക് അത്ഭുതമല്ല, എല്ലാവരും നിസ്കരിക്കും. റമദാനല്ലാത്ത സമയത്ത് നിസ്കരിക്കുന്നു. എത്രാമത്തെ വയസ്സിലാണ് പറഞ്ഞത്? 80ാമത്തെ വയസ്സ്. അപ്പോൾ ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ നിസ്കരിക്കാൻ അതൊരു ഹരാണ് ശരിക്കും, ഹരാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കുറച്ചെങ്കിലും നിസ്കരിക്കാനുള്ള, കുറച്ചല്ല കൂടുതലും ഈ സമയത്തും മുട്ടുവേദനയൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ്, രോഗമൊക്കെ വരുന്നതിന് മുമ്പ് ഇപ്പം നിസ്കരിച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ അറിയുമോ? അത് വരുമ്പോൾ അതേ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. ഇപ്പോൾ നല്ലൊരു യുവാവാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിസ്കരിക്കുകയാണെങ്കിൽ പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ വരുന്ന സമയത്ത് അയാൾക്ക് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലും ഇതേ കൂലി ആ സമയത്ത് മുഴുവനായിട്ട് രേഖപ്പെടുത്തും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.